ഹലോ മക്കളെ, അഖിൽനാമസാണ്. 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ SSLC റിസൾട്ട് വരാൻ പോവാണ്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ +1 അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പക്ഷെ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മുന്നേ ഡിസൈഡ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏത് സ്കൂളിൽ നിങ്ങൾ പഠിക്കണം ഇനി എന്നുള്ളത്. അപ്പോൾ കുറേ കുട്ടികളൊക്കെ ഇപ്പോൾ ഓൾറെഡി ഏത് സ്കൂളിൽ പഠിക്കണം എന്നുള്ളത് ഏകദേശം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. പല കുട്ടികളും സ്കൂൾ ഏത് പഠിക്കണം അല്ലെങ്കിൽ ഏത് സ്കൂളിൽ പഠിക്കണം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതായത് 10ാം ക്ലാസ് വരെ ഒരു സ്കൂളിൽ പഠിച്ചു, ഇനി ഒന്ന് വേറെ സ്കൂളിൽ പഠിക്കാം. അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്, അതുകൊണ്ട് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പോകുന്നത് ഈ സ്കൂളാണ്, അതുകൊണ്ട് ഞാൻ അവിടെ പഠിക്കാം. എൻ്റെ പാരൻസ് പറയുന്നത് ഈ സ്കൂളാണ്, അതുകൊണ്ട് ഇവിടെ പഠിക്കാം. അങ്ങനെ പല പല ക്രൈറ്റീരിയയുടെ ബേസിലായിരിക്കും നിങ്ങൾ സ്കൂൾ ഇപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഏത് സ്കൂളിൽ നിങ്ങൾ പഠിക്കണം എന്നുള്ളതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. നമുക്കറിയാം, ഇപ്പോൾ പ്രത്യേകിച്ച് കൊമേഴ്സ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൊമേഴ്സിലെ മെയിൻ സബ്ജക്ട്സ് അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്. അത് കൂടാതെ നമ്മുടെ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും. ഈ 5 പേപ്പേഴ്സ് കൂടാതെ കൊമേഴ്സിൽ നമുക്കുള്ള 6ാമത്തെ പേപ്പർ നമ്മുടെ ഓപ്ഷൻ പേപ്പറാണ്. അപ്പോൾ ഓപ്ഷൻ പേപ്പേഴ്സിനെ കുറിച്ചൊക്കെ ഇതിന് മുന്നേയും നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് പോയിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് പഠിക്കാനുള്ളത് 4 ഓപ്ഷൻ പേപ്പേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. മാത്സ് ഉണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. അപ്പോൾ ഈ 4 ഓപ്ഷൻ പേപ്പറും ഒന്നിച്ച് നിങ്ങൾ പഠിക്കണം എന്നല്ല, ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ പേപ്പറാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ റിസൾട്ട് വരുന്നതിന് മുൻപേ ആയിട്ടും അതേപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ആയിട്ടും ഒക്കെ നിങ്ങൾ തീരുമാനിച്ച് വെക്കേണ്ടത് ഏത് ഓപ്ഷൻ പേപ്പറാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഓപ്ഷൻ പേപ്പറാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം എന്നുള്ളത് നിങ്ങൾ ആദ്യമേ ഡിസൈഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഓപ്ഷൻ പേപ്പറിനനുസരിച്ചായിരിക്കണം നിങ്ങൾ സ്കൂൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് നമുക്കറിയാം, ഈ 4 ഓപ്ഷൻ പേപ്പർ കൂടി ഒരു സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഒരു സ്കൂളിൽ ചിലപ്പം ഒരു ഓപ്ഷൻ പേപ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും 2 ഓപ്ഷൻ പേപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും മാത്സ് കൂടി പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളുണ്ട്. അപ്പോൾ അവിടേക്ക് അഡ്മിഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ പേപ്പറാണ് വേണ്ടത് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഏത് ഓപ്ഷൻ പേപ്പർ പഠിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത് തീരുമാനിക്കുക. അത് പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളുകൾ ഏതൊക്കെയാണ്, നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള സ്കൂളുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അവിടെ വേണം നിങ്ങൾ അഡ്മിഷൻ അല്ലെങ്കിൽ അലോട്ട്മെന്റിന്റെ സമയത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഏത് ഓപ്ഷൻ പേപ്പർ സെലക്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇതിന് മുൻപേയും നമ്മുടെ ചാനലിൽ വീഡിയോസ് പോയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. കമ്പ്യൂട്ടർ ലാംഗ്വേജസും പ്രോഗ്രാമിംഗ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാം. ഇനി അതല്ല തിയറി മാത്രം പഠിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ പേപ്പർ വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്ത് വെക്കുക. അത് പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളുകളും നോക്കി വെക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് പല കുട്ടികളും ഇതൊന്നും അറിയാതെ പോയി അഡ്മിഷൻ എടുത്ത് താല്പര്യമില്ലാത്ത ഓപ്ഷൻ പേപ്പറിൽ പഠിക്കേണ്ടി വന്ന കുട്ടികളുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം ആദ്യമേ തന്നെ നിങ്ങൾ എല്ലാവരും നോക്കി വെക്കുക. പിന്നെ കൊമേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളതെല്ലാം പുതിയ സബ്ജക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സിൽ നിന്ന് +1 വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ഈ കൺഫ്യൂഷൻസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ബ്രിഡ്ജ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെച്ചേക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.